പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ആത്മവിശ്വാസം നമ്മളുടെ സേവന മനോഭാവം കൊണ്ട് വളരുന്നുണ്ടോ, അതോ സേവന മനോഭാവം നമ്മുടെ ആത്മവിശ്വാസത്തെ വളർത്തുമോ എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് സർവീസിങ് മെൻറ്റാലിറ്റി. അത് നമ്മളെ സഹായിക്കുമോ നമ്മുടെ ആത്മവിശ്വാസം വളർത്താൻ എന്നുള്ള ഒരു ചിന്തയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, മനുഷ്യൻ പരോപകാരിയാണ്. സഹജീവികളുമായിട്ടുള്ള സാന്നിധ്യമാണ് അവൻ്റെ ജീവിതത്തെ അർത്ഥവത്താക്കി തീർക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ അതിനെക്കുറിച്ച് തന്നെയാണ്, ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞത്. അതായത് നമുക്ക് മറ്റുള്ളവർക്ക് എന്ത് നൽകാൻ സാധിക്കും, അത് അവൻ്റെ ജീവിതത്തെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കുമോ? ഇപ്പോൾ എനിക്ക് അല്ലെങ്കിൽ ഒരാൾ, ഉദാഹരണത്തിന് ഒരു വ്യക്തി എടുത്താൽ, ചിലപ്പോൾ അദ്ദേഹത്തിന് പണം കൊണ്ടൊരു വ്യക്തിയെ സഹായിക്കാനായിട്ട് സാധിച്ചില്ലായിരിക്കാം. പക്ഷേ അവൻ്റെ കഴിവുകളെ, അവൻ്റെ ജ്ഞാനത്തെ മറ്റുള്ളവരേക്ക് പകർത്തി കൊടുത്തുകൊണ്ട് അവർക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കില്ലേ? ഇപ്പം 2 ഡോക്ടേഴ്സ് ഇത് വന്നു, വിദേശത്തു നിന്നാണ് വന്നത്. അവർ റിട്ടയർഡായിട്ട് വന്നതാണ്. ഞാൻ കാട്ടാക്കടയായിരുന്നപ്പോഴാണ് ആ സംഭവം അവരെന്നോട് പറയുക. എന്നിട്ട് അവർ നാട്ടിൽ വന്നിട്ട് അവർ ട്യൂഷൻ സെൻറ്റർ തുടങ്ങിയിരിക്കുകയാണ്. 2 പേരും റിട്ടയർഡ് ആയത് കാരണം അവർക്ക് ഒത്തിരി സഹായിക്കാനായിട്ട് സാധിക്കില്ല സാമ്പത്തികമായിട്ട്. മറിച്ച് അവർ പഠിപ്പിക്കുകയാണ് 2 കുട്ടികളെ എടുത്ത് പഠിപ്പിച്ച് വളർത്തിയെടുക്കുകയാണ്. ഇത് കുറേ അനുഭവങ്ങളിലൂടെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു കുട്ടിയെ 2 കുട്ടിയൊക്കെ വിളിച്ച് പഠിപ്പിച്ച് ഫീസൊന്നും മേടിക്കാതെ. അപ്പോൾ അവർക്ക് സഹായവും. ഇപ്പം ഇംഗ്ലീഷ് സ്പീക്കിംഗ് ടീച്ചേഴ്സാണ് അവർ 2 പേരും. അപ്പം അതുകൊണ്ട് കുട്ടികൾക്ക് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുത്ത് അവരെ സഹായിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും അനുവർത്തിക്കാവുന്ന കാര്യമാണ്. അതായത് ഒരു ട്യൂഷൻ സെൻറ്റർ തുടങ്ങുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, മറിച്ച് നമ്മൾക്കുള്ള അറിവുകളെ, നമ്മൾക്കുള്ള കഴിവുകളെ നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കണം. ഇപ്പം ശാസ്ത്രം പറയുന്നത് 2000-ന് ശേഷം ജനിച്ച, നമ്മൾ 2026-ലല്ലേ, 2000-ന് ശേഷം ജനിച്ചവർക്കൊക്കെ സർവീസിങ്, സേവന മനസ്ഥിതി ഒത്തിരി വലുതാണെന്നാണ്. ഇപ്പം ഞാൻ 2 വർഷം ഒരു സ്കൂളിൽ കൗൺസിലറായിരുന്നു, പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പം നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും, അവർക്ക് ഒരു നല്ലൊരു രീതിയല്ലെങ്കിലും നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് തൻ്റെ സഹപാഠിയെ ഈവൻ പരീക്ഷാ സമയത്ത് പോലും പേപ്പർ കൊടുത്ത് അവർ സഹായിക്കും. അവരെഴുതിയ ഉത്തരങ്ങൾ അങ്ങ് കൈമാറിയാണ് അവർ. ഇപ്പം ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പോയ കുട്ടികളെക്കുറിച്ച് ഒക്കെ മറ്റു സ്കൂളുകാർ കംപ്ലൈൻറ്റ് ചെയ്യും. CBSE സ്കൂളായിരുന്നു. കാരണം കുട്ടികൾ വളരെ മോശമായിട്ട് പെരുമാറുന്നു. അപ്പോൾ അത് എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ ക്ലാസ്സിൽ തന്നെ ക്ലാസ് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാലും മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് അവർ വലിയ ഉത്കണ്ഠാകുലരാണ്. നമ്മളുടെ ഒന്ന് കണ്ണ് തെറ്റിയാൽ മതി, ഏതെങ്കിലും ഒരു ഉത്തരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പർ അവർ കൈമാറിയിരിക്കും. ആൺകുട്ടികളായിട്ട് പെൺകുട്ടികളാകട്ടെ. അപ്പം നമ്മളവർ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവില്ല. കാരണം അവർ ചിന്തിക്കുന്നത് അവരൊരു സേവനം ചെയ്യുകയല്ലേ. ഇതൊന്ന് ശാസ്ത്രം പറയുന്നത് 2000-ന് ശേഷം ജനിച്ച എല്ലാവർക്കും ഒരു കോമ്പറ്റീറ്റീവ് മെൻറ്റാലിറ്റി കുറവാണ് എന്നാണ്. അതുകൊണ്ട് കാലഘട്ടം ചെല്ലുന്തോറും ഇനി ഭരിക്കുന്നവരൊക്കെ കുറവായിരിക്കുന്നതാണ്. കാരണം അവർക്ക് ഭരണത്തോടല്ല, മറിച്ച് എൻ്റർടൈൻ ചെയ്യണം. അപ്പം ഇന്ന് എൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ, എൻ്റെ ക്ലാസ്സിൽ ഞാനിത് പറയുമ്പോൾ, നമ്മൾക്കൊരു സേവന മനസ്ഥിതി ഉണ്ടാകണമെന്ന് പറയുമ്പോഴും പുതിയ യുഗത്തിൽ അത് ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ ഉണ്ടെന്നുള്ള അവബോധത്തിലേക്ക് വരുത്തുവാനായിട്ട് നമ്മുടെ യുവതലമുറയൊന്ന് പ്രാപ്തരാക്കുക. അതുപോലെ കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മൾക്ക് ആ സേവന മനസ്ഥിതി, പരോപകാരം ചെയ്യുക. നമുക്കൊരു ചിലപ്പോൾ ഒരു നഷ്ടമില്ലാത്തൊരു കാര്യമായിരിക്കും ഒരു പരോപകാരം ചെയ്യുക എന്നുള്ളത്. ആ ഒരു മനസ്ഥിതി നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കണം. അതിനാണ് നമ്മളെല്ലാവരെയും വിളിച്ചിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരാൾക്ക് ഹാപ്പിനെസ് ഉണ്ട്, എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ഈ സന്തോഷം ഞാൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ എന്തായിത്തീരും? എൻ്റെ സന്തോഷം ഡബിളായിട്ടായിത്തീരുകയാണ് ചെയ്യും. എനിക്കിപ്പോൾ ഒരു ദുഃഖമുണ്ട്, ദുഃഖം ഞാൻ മറ്റൊരാളായിട്ട് പങ്കുവയ്ക്കുമ്പോൾ അത് പകുതിയായിട്ട് കുറയുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ നമ്മളെ സന്തോഷം കൊടുക്കുമ്പോൾ അപരൻ ദുഃഖിതനായിരിക്കുകയാണെങ്കിൽ അവൻ്റെ ദുഃഖത്തിനൊരു കുറവ് വരുത്താനായിട്ട് എൻ്റെ സന്തോഷം സാധിക്കും. നമ്മൾ സ്മൈലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞില്ലേ? നമ്മളെല്ലാവരും ചിരിക്കുന്നവരാണെങ്കിൽ ഒരു ചിരിക്കുന്ന ലോകത്തെ വാർത്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് പുഞ്ചിരിക്കൊക്കെ
വലിയ പ്രാധാന്യമുണ്ട്. ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞില്ല, നമ്മളൊന്ന് കൈ നീട്ടൊന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. ദാറ്റ് ഈസ് ഐ ആം വിത്ത് യു, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് വളർത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ ഹഗ് ചെയ്യണതൊക്കെ വലിയ ശാസ്ത്രം പറയുന്നതനുസരിച്ച് ഹഗ് ചെയ്യുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്നാണ്. ഒന്ന് ഹഗ് ചെയ്യുമ്പോൾ നമ്മൾ ഹഗ്ഗിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല അല്ലേ. ഒന്ന് കെട്ടിപ്പിടിച്ച് കഴിയുമ്പോൾ നമ്മളുടെ ആ മനസ്സിലെ ഫീലിങ്സ്, ദാറ്റ് ഈസ് ഐ ലവ് യു, ഐ വാണ്ട് യു, ഇന്ന് ലോകത്തിൻ്റെ ആവശ്യം അത് തന്നെയാണ്. നിന്നെ എന്നെ ലോകത്തിന് ആവശ്യമുണ്ട്. കാരണം നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടത് ഓരോ ഉദ്ദേശത്തോടെയാണ്. നമ്മൾ പറയില്ല 830 കോടി ജനങ്ങൾ ഈ ലോകത്തുണ്ടെങ്കിൽ 830 കോടി ജനങ്ങളും യുണീക്കാണ്. അവനെപ്പോലെ മറ്റൊരാളില്ല, മറ്റൊരാളെ പോലെ ഇരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പോൾ ഒരാളെ പോലെ 9 പേരുണ്ട് പോലെ എന്നാണ് പറയുന്നത്, സിമിലർ. മറിച്ച് അവൻ അല്ലെങ്കിൽ അവൾ മാത്രമാണ്. അപ്പം നമ്മൾ 830 കോടി ജനങ്ങളുണ്ടെങ്കിൽ 830 കോടി ജനങ്ങൾക്കും ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യത്തോടെയാണ് നമ്മളിവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ ഈശ്വരൻ ഈ ലോകത്ത് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദൗത്യം നമുക്ക് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും ആവശ്യമുള്ളവരാണ്. ഞാനും നീയൊക്കെ ഈ ലോകത്തിന് ആവശ്യമുള്ളവരാണ് എന്നൊരു ബോധ്യത്തിലേക്ക് നമുക്ക് വളർത്തി കൊടുക്കാനായിട്ട് നമ്മുടെ സർവീസ് മെൻറ്റാലിറ്റി, മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നമുക്ക് എപ്പോഴും ആ ഒരു തീക്ഷ്ണത എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഈ യുഗത്തിൽ അതുണ്ട്. അത് ഉണ്ടെന്നുള്ള അവബോധത്തിലേക്ക് നമ്മുടെ കുട്ടികളുടെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് അത് വലിയ തെറ്റായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. കാരണം പരസ്പരം സഹായിക്കുന്നതായിട്ട് അത് ക്ലാസ്സിന് പുറത്ത് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പുറത്തായിക്കൂടെ. പക്ഷേ ആ സമയത്ത് പോലും എൻ്റെ കൂട്ടുകാരി ജയിക്കണം, എന്നെപ്പോലെ 1ാം സ്ഥാനത്ത് എത്തിച്ചേരണം. മുമ്പ് ഒരു 25 വർഷത്തിന് മുൻപൊക്കെ ആണെങ്കിൽ ഒരു കോമ്പറ്റീറ്റീവ് മെൻറ്റാലിറ്റിയാണ് മാതാപിതാക്കളൊക്കെ മക്കളായ നമുക്കൊക്കെ നൽകിയിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് റാങ്ക് മേടിക്കണം, നമുക്ക് സെക്കൻഡ് റാങ്ക് മേടിക്കണം. അതുകൊണ്ട് ഒരു വാക്ക് പോലും കാണാതെ ഇങ്ങനെ മറച്ചു വെച്ച് എഴുതിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് വ്യത്യസ്തമായിട്ടൊരു തുറവിയിലേക്ക് വരികയാണ്. എല്ലാവരും ജയിക്കണം, എല്ലാവർക്കും സമ്മാനം കിട്ടണം, എല്ലാവരും മുൻനിരയിലേക്ക് വരണം. ഇതാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിലൂടെ ചെയ്യാനായിട്ടുള്ളത്. നമുക്ക് മറ്റുള്ളവരെ മുന്നിലേക്ക് കൊണ്ടുവരുവാനായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ആത്മവിശ്വാസം നമുക്ക് വളർത്തിയെടുക്കാൻ എനിക്ക് അത്രയ്ക്ക് ചെയ്യാനായിട്ട് സാധിച്ചല്ലോ. ഇപ്പം ഞാൻ കൗൺസിലിങ്ങിന് ഇരിക്കുന്നത് ഒരു ക്രിപ്റ്റിലാണ് എറണാകുളത്ത് കത്തീഡ്രൽ പള്ളിയിലെ കപ്പൽ പള്ളി എന്നൊക്കെ പറയും. ആ ക്രിപ്റ്റ് പള്ളിയുടെ ബാക്കിലാണ്. അപ്പോൾ ഈ അച്ഛൻ കൗൺസിലിംഗ് കൊടുക്കുന്ന അച്ഛൻ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൊണ്ടുവരും എന്നുള്ളതാണ്. അതൊരു വലിയൊരു മനസ്സാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയുടെ മൊബൈല് ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ മൊബൈൽ കാണുന്നില്ല. എന്നിട്ട് അതിനുവേണ്ടി 1-2 പേര് മൊബൈലും വെച്ച് മൊബൈലിൽ അവരുടെ നമ്പർ അടിച്ച് അത് അന്വേഷിച്ച് നടക്കുകയാണ്. എല്ലാവരും തിരക്കുള്ളവരാണ്. പക്ഷേ അതാണ് ഈ യുഗത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ബൈബിള് അല്ലെങ്കിൽ ഖുറാൻ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ അത് അവരുടെ വിചാരങ്ങളും ആചാരങ്ങളൊക്കെ ശരിക്കും ഉൾക്കൊണ്ടവരാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ ആ വിശ്വാസം സംസ്കാരമൊക്കെ എല്ലാവരിലേക്കും വന്നിട്ടുണ്ട്. അതൊന്ന് ആഴപ്പെടാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കേണ്ടവരാണ്. നമുക്കറിയാം, നമ്മുടെ ഗുരുനാഥന്മാർ നമ്മെ കടന്നുപോയവരൊക്കെ നമ്മെ പഠിപ്പിച്ചതും മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരുവാനായിട്ടാണ്. ശരിയാണ്, നമ്മൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾക്ക് ചുറ്റും മതിൽക്കെട്ടുകളുണ്ട്, ചുറ്റും കെട്ടിടങ്ങളാണ് എന്നൊക്കെ പറയുമ്പോഴും നമ്മളിൽ തന്നെ മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ട് എന്നുള്ള ആ വലിയ കാര്യവും നമ്മൾ മറക്കുന്നില്ല. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ അയൽവക്കത്ത് വാതിലടഞ്ഞ് കുറേ ദിവസമായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം, കുറേ പേര് ചില കേസുകളൊക്കെ വരുന്നുണ്ട്, ആത്മഹത്യ ചെയ്തിട്ട് അല്ലെങ്കിൽ മരിച്ചിട്ട് കുറേ ദിവസമായിട്ട്. ചിലപ്പോൾ ഒറ്റപ്പെട്ട കേസുകളൊക്കെ ആയിരിക്കാം. അപ്പം നമ്മുടെ കണ്ണുകൾ, നമ്മുടെ കാതുകൾ, നമ്മുടെ ചെവികൾ അവരിലേക്കും ചെല്ലുന്ന വിധത്തിലായിട്ട് തീരാനായിട്ട് നമുക്ക് പരമാവധി ശ്രമിക്കാം. നമ്മൾ ഓരോരുത്തരെയും സൃഷ്ടിച്ചേക്കുന്നത് ഇപ്പം ഞങ്ങളുടെ വിശ്വാസമൊക്കെ അനുസരിച്ച് പറയുന്ന പ്രകാരമാണ്. ഞാൻ സ്വർഗത്തിലേക്ക് പോയാൽ എൻ്റെ വിശ്വാസം, എൻ്റെ മാതൃകപരമായിട്ടുള്ള ജീവിതം, എന്നെ അനുകരിച്ച, എൻ്റെ വിശ്വാസം കണ്ടു പഠിച്ച ഒരുപാട് പേര് എന്നോടൊപ്പം സ്വർഗത്തിലേക്ക് വരാനുണ്ടാവും.
ഞാൻ നരകത്തിലേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ മാതൃക സ്വീകരിച്ച ഒരുപാട് പേര് എന്നോടൊപ്പം വരാനുണ്ടായിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഒരുപാട് നൽകാനുണ്ട്. അത് ആയിക്കോട്ടെ, നമ്മുടെ സംഭാഷണത്തിലായിക്കോട്ടെ, നമ്മുടെ പെരുമാറ്റത്തിലായിക്കോട്ടെ, നമ്മുടെ ജീവിത രീതിയിലായിക്കോട്ടെ, നമ്മുടെ വിശ്വാസ സംഹിതയിലായിക്കോട്ടെ, നമ്മുടെ പ്രകടനങ്ങളിലൂടെ ആയിരിക്കട്ടെ, നമുക്കൊരു സന്ദേശം മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അപരന് താൻ ഒറ്റയല്ല, നമ്മുടെ കൂടെ ആരെങ്കിലൊക്കെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ജനിക്കാനായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം സഹായപ്രദമായിട്ട് തീരുന്ന രീതിയിൽ മാറ്റി തീർക്കുമ്പോൾ, നമ്മളൊക്കെ കണ്ണടയ്ക്കുമ്പോൾ അങ്ങനെയാണ് നമ്മളുടെ അപ്പനമ്മമാരൊക്കെ കണ്ണടയ്ക്കുമ്പോഴും നമുക്കൊരു ചിന്ത വരികയാണ്, ഈ ലോക ജീവിതത്തിൽ ജീവിച്ചപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നമുക്ക് വരുവാൻ സാധിക്കുകയാണെങ്കിൽ ഓരോ ദിവസവും നമ്മുടെ ഈവനിങ്ങിൽ നമ്മളൊന്ന് കടക്കയിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ചിന്തിക്കാൻ സാധിക്കണം, ഇത്രയും കാര്യങ്ങൾ എനിക്കിന്ന് ചെയ്യാൻ സാധിച്ചല്ലോ മറ്റുള്ളവർക്ക് വേണ്ടി. എന്ത് സംതൃപ്തിയായിരിക്കും നമുക്ക്. ആ സാറ്റിസ്ഫാക്ഷനിലേക്ക് വരുവാനായിട്ട് ദൈവം നമ്മൾ ഓരോരുത്തരെയും, നമ്മുടെ ഈശ്വരൻ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കണ്ണുകൾ നമ്മളിലേക്ക് തിരിയുന്നത് പോലെ തന്നെ മറ്റുള്ളവരിലേക്കും തിരിയുവാനായിട്ട്, മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതം കൊണ്ട് അനുഗ്രഹം ഉണ്ടാകുവാനായിട്ട്, നമ്മുടെ ജീവിതത്തെ നമുക്ക് സഹായകമാക്കി തീർക്കാനായിട്ട് സർവേശ്വരൻ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വരാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. മറ്റൊരു വിഷയവുമായിട്ട് മറ്റൊരു സന്ദർഭത്തിൽ കണ്ടുമുട്ടുന്നതുവരെ ഫാദർ തോമസ് കൊടിയൻ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.